ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ പോർഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മെത്തേഡ് യൂസ്ഡ് ഫോർ ഡീമോഡുലേറ്റിംഗ് FM വേവ് ഈസ്. ഇതിൽ എൻവലപ്പ് ഡിറ്റക്ടർ തന്നിട്ടുണ്ട്, മൾട്ടി വൈബ്രേറ്റർ തന്നിട്ടുണ്ട്, ആംപ്ലിറ്റ്യൂഡ് ഡിസ്ക്രിമിനേറ്റർ തന്നിട്ടുണ്ട്, ഫേസ് ഡിസ്ക്രിമിനേറ്റർ തന്നിട്ടുണ്ട്. ഇതിലെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഫേസ് ഡിസ്ക്രിമിനേറ്റർ. എൻവലപ്പ് ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നത് നമ്മുടെ FM ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഡബിൾ സൈഡ് ബാൻഡ് ഫുൾ കാരിയർ FM ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻവലപ്പ് ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നത്. FM ഡീമോഡുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫേസ് ഡിസ്ക്രിമിനേഷനും യൂസ് ചെയ്യാറുണ്ട്, ഫേസ് ലോക്ക് ലൂപ്പും യൂസ് ചെയ്യാറുണ്ട്. ഫേസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇൻപുട്ട് ആയിട്ട് FM സിഗ്നൽ കൊടുക്കും, എന്നിട്ട് അത് കൊടുക്കുന്നത് നേരെ ഒരു മിക്സറിലേക്കായിരിക്കും. ആ മിക്സറിലേക്ക് ഒരു ഫേസ് ഷിഫ്റ്റർ കൊടുത്തിട്ടുണ്ടാവും. ഈ ഫേസ് ഷിഫ്റ്റർ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ട്. ഇൻപുട്ടിൽ നിന്നും എന്ത് ചെയ്യും, ഇൻപുട്ടിനെ ഫേസ് ഷിഫ്റ്റ് ചെയ്തിട്ട്, ഇത് ഫേസ് ഷിഫ്റ്റർ ആണ്, എന്നിട്ട് അതുവഴിയാണ് മിക്സറിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ FM സിഗ്നൽ അതുപോലെ മിക്സറിലേക്ക് എത്തും, അതിന്റെ ഫേസ് ഷിഫ്റ്റഡ് വേർഷനും മിക്സറിലേക്ക് എത്തും. എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് ആയിട്ടാണ് നമുക്ക് FM ഡീമോഡുലേറ്റഡ് സിഗ്നൽ കിട്ടുന്നത്. ഓക്കെ, FM ഡീമോഡുലേറ്റിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. മിക്സറിലേക്ക് ഫേസ് ഷിഫ്റ്റ് ചെയ്ത് ഒരു സിഗ്നൽ കൊടുക്കും, അതേപോലെ ഡയറക്ട്ലിയും കൊടുക്കും, എന്നിട്ട് മിക്സറിന്റെ ഔട്ടിൽ നിന്നും നമ്മൾ ഡീമോഡുലേറ്റഡ് സിഗ്നൽ എടുക്കും. അതാണ് ഫേസ് ഡിസ്ക്രിമിനേഷൻ. ഇവിടെ ഇതേപോലെ തന്നെയാണ് ഫേസ് ലോക്ക് ലൂപ്പിലും യൂസ് ചെയ്യുന്നത്. ഒരേ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ മിക്സർ സ്റ്റേജിന് ശേഷം ഒരു ലോ പാസ് ഫിൽറ്റർ ഉണ്ടാവും. അങ്ങനെയാണ് FM ഡീമോഡുലേറ്റ് ചെയ്യുന്നത്. ആ ലോ പാസ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ടാണ് ഡീമോഡുലേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. PLL എന്ന് ഓപ്ഷനിൽ കൊടുത്താൽ അതും റൈറ്റ് ആണ്. ഫേസ് ലോക്ക് ലൂപ്പും നമ്മൾ FM ഡീമോഡുലേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Indicate the false statement. Modulation is used to option A, reduce the bandwidth used, option B, separate differing transmissions, option C, ensure that intelligence may be transmitted over long distance, allow the use of practical antennas. നമ്മൾ മെയിൻ ആയിട്ടും പഠിക്കുന്നത് മോഡുലേഷൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ ആന്റിനയുടെ സൈസ് റെഡ്യൂസ് ചെയ്യാനാണ്. സോ ഓപ്ഷൻ ഡി ഇവിടെ റൈറ്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അതേപോലെ നെക്സ്റ്റ് പറയുന്നത് ഏതാണ്? റെഡ്യൂസ് ദ ബാൻഡ് വിഡ്ത്ത് യൂസ്ഡ്. ബാൻഡ് വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നില്ല, സോ അത് ഫോൾസ് ആണ്. സെപ്പറേറ്റ് ഡിഫറിംഗ് ട്രാൻസ്മിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്മിറ്റഡ് ആൻഡ് റിസീവ്ഡ് ഇൻഡിപെൻഡന്റ്ലി വിത്തൗട്ട് ഇന്റർഫറൻസ്. ട്രാൻസ്മിഷനും റിസപ്ഷനും നമ്മൾ ഇന്റർഫറൻസ് ഒന്നും ഉണ്ടാവാണ്ട് ചെയ്യുന്നതിനെയാണ് സെപ്പറേറ്റ് ഡിഫറിംഗ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ മോഡുലേഷൻ ചെയ്യുന്നതിലൂടെ അച്ചീവ് ചെയ്യുന്നുണ്ട്. സോ ഇത് റൈറ്റ് ആണ്. Ensure that intelligence may be transmitted over long distance. Long distance transmission നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഈ മൂന്ന് ഓപ്ഷൻസും റൈറ്റ് ആണ്. ഇവിടെ ഫോൾസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ, റെഡ്യൂസ് ദ ബാൻഡ് വിഡ്ത്ത് യൂസ്ഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The modulation index of an AM wave is changed from 0 to 1. The transmitted power is. മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയുന്ന M 0 ആവുന്നുണ്ട്, M 1 ആവുന്നുണ്ട്. ആദ്യം 0 ആയിട്ട് ദെൻ 1ലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ, 0 ആയിരുന്നത് M എന്ന് പറയുന്നത് 1ലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ആ ട്രാൻസ്മിറ്റഡ് പവറിൽ വരുന്ന വ്യത്യാസമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ PT ഈക്വൽ ടു PC ഇൻറ്റു 1 പ്ലസ് M²/2. ഈ ഇക്വേഷൻ നമുക്കൊക്കെ അറിയാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഈ 0ന്റെയും 1ന്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ P ടോട്ടൽ ഈസ് ഈക്വൽ ടു PC ഇൻറ്റു 1 പ്ലസ് 0²/2 എന്ന് വരുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? PC എന്ന് കിട്ടും. ദെൻ 0 വന്നു, അടുത്തത് 1 കൊടുക്കുക, ദെൻ PC ഇൻറ്റു 1 പ്ലസ് 1/2 ഇങ്ങനെ കിട്ടും. അപ്പൊ എന്താ കിട്ടുക? 3/2 PC എന്ന് കിട്ടും. ദെൻ നമുക്ക് മനസ്സിലായി PC എന്നുള്ളത് എന്തായി മാറി? 3/2 PC ആയി മാറി. അപ്പോ PC എന്ന് പറയുന്നതിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ 3/2 PC എന്ന് മനസ്സിലാക്കുക. അപ്പോ എന്ത് ചെയ്യുക? ഈ PCയും ക്യാൻസൽ ആവും. ഈ X കണ്ടുപിടിക്കുമ്പോൾ 3 × 100
ഡിവൈഡഡ് ബൈ 2, ദെൻ എന്ത് കിട്ടും? 150 എന്ന് കിട്ടും. അതായത് 100% മോഡുലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 100%, അതായത് പി സി എന്ന് പറയുന്നത് m=0 നിന്നും m=1 ആയപ്പോ പി സി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തത് 3/2 പി സി ആണ്. അതായത് 50% കൂടെ ഇൻക്രീസ് ആണ് അവിടെ ഉണ്ടായത്. സോ എന്താണ് ആൻസർ വരുന്നത്? ഇൻക്രീസ്ഡ് ബൈ 50%. അതുകൊണ്ടാണ് 100 എന്നുള്ളത് 150% ആയി. ഓക്കെ, ഈ എക്സ് എന്ന് പറയുന്നത് 150% ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മോഡുലേഷൻ ഇൻഡെക്സ് 0 നിന്നും 1 ചേഞ്ച് ആവുമ്പോൾ ട്രാൻസ്മിറ്റഡ് പവർ ചേഞ്ച് ആവുന്നത് 50% ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് മോഡുലേഷൻ ഈസ് യൂസ്ഡ് ഫോർ. വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് മോഡുലേഷൻ യൂസ് ചെയ്യുന്നത് ടി വി ബ്രോഡ്കാസ്റ്റിങ്ങിനാണ്. ഇത് ഒരുപാട് സ്ഥലത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം SSB/SCയുടെയും അതേപോലെ DSB/SCയുടെയും ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കരിയറിന്റെയും സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കരിയറിന്റെയും ഇടയിലുള്ള അത് രണ്ടും കൂടെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു മോഡുലേഷൻ സ്കീമാണ് വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് സിസ്റ്റം. അപ്പോൾ ടി വി ബ്രോഡ്കാസ്റ്റിംഗിൽ പിക്ചർ സിഗ്നൽ സെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് VSB ആണ്. അതുപോലെ തന്നെ നമ്മുടെ ടി വി ബ്രോഡ്കാസ്റ്റിംഗിൽ ഓഡിയോ സിഗ്നൽ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് FM മോഡുലേഷൻ ആണ്. അതുകൂടെ ഓർത്ത് വെച്ചേക്കുക. സോ ഇവിടെ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. എന്താണ് വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് സിസ്റ്റം എന്ന് നമുക്കൊന്ന് പറയാം. വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്താണ്, നമ്മുടെ DSB/SCക്കും SSB/SCക്കും ഇടയിലുള്ളൊരു മോഡുലേഷൻ സ്കീമാണ്. അതായത് നമുക്ക് ടോട്ടലി ടി വി ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് 10 മെഗാഹെഡ്സ് ബാൻഡ് വിഡ്ത്ത് യൂസ് ചെയ്യേണ്ടി വരുന്നു. അപ്പോ 5 മെഗാഹെഡ്സ് വൺ സൈഡിലും 5 മെഗാഹെഡ്സ് വൺ സൈഡിലുമായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ 5 മെഗാഹെഡ്സും ഇവിടെ 5 മെഗാഹെഡ്സും ആണ് നമുക്ക് വേണ്ടി വരുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ പിന്നെ അതിന് പുറമെ നമുക്ക് എന്ത് വേണം? ഗാർഡ് ബാൻഡ്സ് ഉണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ നമ്മുടെ വൺ സൈഡ് ബാൻഡ് സിംഗിൾ സൈഡ് ബാൻഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ സൈഡ് ബാൻഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ഇൻഫർമേഷൻസ് ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇൻഫർമേഷൻസ് ലോസ് ആവുന്നത് കാരണം നമ്മുടെ ഇവിടെ എടുക്കുന്നത് ഈ വെസ്റ്റീജിയൽ സൈഡ് ബാൻഡിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് FV+USB, അതായത് അപ്പർ സൈഡ് ബാൻഡ് ഫുള്ളായിട്ടും ലോവർ സൈഡ് ബാൻഡിന്റെ ഒരു പോർഷനും കൂടെയാണ് നമ്മൾ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വെസ്റ്റീജിയൽ സൈഡ് ബാൻഡിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു FV+USB എന്നായത്. അതായത് അപ്പർ സൈഡ് ബാൻഡ് കംപ്ലീറ്റ് ആയിട്ടും ലോവർ സൈഡ് ബാൻഡിന്റെ ഒരു പോർഷനുമാണ് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ബാൻഡ് വിഡ്ത്ത് വരും എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പർ സൈഡ് ബാൻഡ് സൈഡിൽ 5.75ഉം ലോവർ സൈഡ് ബാൻഡിന്റെ സൈഡിൽ 1.25ഉം ആയിട്ട് ടോട്ടലി 7 മെഗാഹെഡ്സ് ആണ് നമുക്ക് ട്രാൻസ്മിഷന് വരുന്നത്. അതായത് ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ സിഗ്നൽ കിട്ടുകയും വേണം, എന്നാൽ ബാൻഡ് വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യുകയും വേണം. അതിന് വേണ്ടി കണ്ടുപിടിച്ചൊരു സിസ്റ്റമാണ് എന്ത്? വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ an AM wave യൂസ്ഫുൾ പവർ ഈസ് ക്യാരീഡ് ബൈ. AM വേവില് നമുക്കറിയാം AM ഡബിൾ സൈഡ് ബാൻഡ് ഫുൾ കാരിയർ, ഡബിൾ സൈഡ് ബാൻഡ് ഫുൾ കാരിയർ AM എന്ന് പറയുമ്പോൾ നമ്മൾ 2 സൈഡ് ബാൻഡ്സ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട്, ഒരു കാരിയർ സിഗ്നലും ഉണ്ട്. അപ്പോൾ ഇതിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഓൺലി സൈഡ് ബാൻഡ്സിലാണ് ക്യാരി ചെയ്യുന്നത്, കാരിയറിൽ ഇൻഫർമേഷൻ ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ DSB/FCയുടെ ഒരു പോരായ്മയായിട്ട് 33.33% മാത്രമാണ് ഇതിന്റെ എന്താണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. കാരണം കൂടുതലും നമ്മൾ പവർ യൂസ് ചെയ്യുന്നത് കാരിയറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്നാൽ അതിൽ ഇൻഫർമേഷൻ അടങ്ങുന്നുമില്ല. അപ്പൊ അതിന്റെ ഡ്രോബാക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ, അതായത് കാരിയറിനെ സപ്രസ് ചെയ്യുന്നു. അതേപോലെ സൈഡ് ബാൻഡ്സിൽ ഇൻഫർമേഷൻ ഉണ്ട്,
ഓരോ സൈഡ് ബാൻഡ്സിലും സെയിം ഇൻഫർമേഷൻ, 2 സൈഡ് ബാൻഡ് ഉള്ളതിൽ ഓരോന്നിലും സെയിം ഇൻഫർമേഷൻ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരു സൈഡ് ബാൻഡിന്റെ മാത്രമേ ആവശ്യമുള്ളൂ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ യൂസ് ചെയ്യും. ഇതാണ് നമുക്ക് ഏറ്റവും ബാൻഡ് വിഡ്ത്ത് കുറച്ച് ട്രാൻസ്മിഷൻ പോസിബിൾ ആക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻ ആൻ AM വേവ് യൂസ്ഫുൾ പവർ ഈസ് ക്യാരിഡ് ബൈ ഓൺലി സൈഡ് ബാൻഡ്സ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Over modulation occurs in AM when signal amplitude is dash carrier amplitude. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മുടെ മോഡുലേഷൻ ഇൻഡെക്സ് എം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോഴാണ് ഓവർ മോഡുലേഷൻ സംഭവിക്കുക. എന്താണ് സംഭവിക്കുക? ഓവർ മോഡുലേഷൻ. ഇവിടെ 0 to 1 ആണ് കറക്റ്റ് എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. ഓക്കെ, അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയിലായിരിക്കണം. അപ്പോൾ എം ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ ഓവർ മോഡുലേഷൻ ആണ് സംഭവിക്കുക. എം എന്ന് പറഞ്ഞാൽ എന്താണ്? VM/VC ആണ്. അതായത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ ഡിവൈഡഡ് ബൈ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കാരിയർ ആണ് എം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് 1നേക്കാൾ ഗ്രേറ്റർ ആവണമെങ്കിൽ എങ്ങനെ വരണം? VM ഗ്രേറ്റർ ദാൻ VC ആവണം. അപ്പോഴല്ലേ എം ഗ്രേറ്റർ ദാൻ 1 വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം വെൻ സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് VM ഈസ് ഗ്രേറ്റർ ദാൻ കാരിയർ ആംപ്ലിറ്റ്യൂഡ് VC. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എമൗണ്ട് ഓഫ് ഫ്രീക്വൻസി ഡീവിയേഷൻ ഇൻ FM സിഗ്നൽ ഡിപ്പെൻഡ്സ് ഓൺ. നമ്മൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എഫ്എമ്മിന്റെ ഫ്രീക്വൻസി ഡീവിയേഷന്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എന്താണ് ഫ്രീക്വൻസി ഡീവിയേഷൻ ഇൻ FM? ഡെൽറ്റ എഫ് എന്നാണ് ഫ്രീക്വൻസി ഡീവിയേഷനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ K × VM ആണ്. ഇവിടെ K എന്ന് പറയുന്നത് ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി ആണ്. അതൊരു കോൺസ്റ്റന്റ് ആണ്, ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി. ദെൻ VM എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ ആണ്. സോ ഡെൽറ്റ V ഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. സോ എന്തായിരിക്കും? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അതുപോലെ തന്നെ ഫ്രീക്വൻസി ഡീവിയേഷൻ നോട്ട് ഡിപ്പെൻഡ് ഓൺ കാരിയർ ഫ്രീക്വൻസി, അതേപോലെ തന്നെ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി, അതേപോലെ ട്രാൻസ്മിറ്റിംഗ് ആംപ്ലിഫയർ. ഈ ഫാക്ടേഴ്സ് കൂടെ ഓർത്ത് വെച്ചിരിക്കുക. കാരിയർ ഫ്രീക്വൻസിയെയോ ട്രാൻസ്മിറ്റർ ആംപ്ലിഫയറിനെയോ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഫ്രീക്വൻസി ഡീവിയേഷൻ. ഓൺലി ഡിപ്പെൻഡ് ഓൺ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The modulation index of FM, modulation index of AM നമ്മൾ മുന്നേ പഠിച്ചു. FM-ന്റെ മോഡുലേഷൻ ഇൻഡെക്സിനെ നമ്മൾ MF എന്ന് ഇൻഡിക്കേറ്റ് ചെയ്താൽ ഡെൽറ്റ എഫ് ഡിവൈഡഡ് ബൈ FM ആണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഫ്രീക്വൻസി ഡീവിയേഷൻ ആണ് ഡെൽറ്റ എഫ്. എഫ് എന്ന് പറഞ്ഞാൽ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി. സോ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഓപ്ഷൻ എ ഫ്രീക്വൻസി ഡീവിയേഷൻ ടു ദ മോഡുലേറ്റിംഗ് frequency. So option A is the right answer. Next question. Which modulator is used for generating DSB-SC signal? നമ്മുടെ DSB-SC എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ. ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബാലൻസ്ഡ് മോഡുലേറ്റർ ആണ്. നമുക്ക് പ്രൊഡക്റ്റ് മോഡുലേറ്റർ എന്ന് പറയാൻ പറ്റും. പ്രോഡക്റ്റ് മോഡുലേറ്റർ എന്ന് പറയാം. അതിനെ തന്നെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്? ബാലൻസ്ഡ് മോഡുലേറ്റർ എന്നും റിംഗ് മോഡുലേറ്റർ എന്നും. അതിൽ റിംഗ് മോഡുലേറ്റർ എന്ന് പറഞ്ഞാൽ അതിന് അനദർ നെയിം ഉണ്ട്, ഡബിൾ ബാലൻസ്ഡ് മോഡുലേറ്റർ. ഓക്കെ, ഇതൊക്കെ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? DSB-SC ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. ഇതിൽ എന്താണ് ഇവിടെ ഉള്ളത്? ബാലൻസ്ഡ് മോഡുലേറ്റർ ആണ്. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഡബിൾ സൈഡ് ബാൻഡ് ഫുൾ കാരിയറിന്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് സ്ക്വയർ ലോ മോഡുലേറ്ററും എൻവലപ്പ് ഡിറ്റക്ടറും ഒക്കെ യൂസ് ചെയ്യുന്നത്. സ്ക്വയർ ലോ ഡിറ്റക്ടർ ആൻഡ് എൻവലപ്പ് ഡിറ്റക്ടർ. അതേപോലെ നമ്മുടെ ഡബിൾ സൈഡ് ബാൻഡ് ഫുൾ കാരിയർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോ ലെവൽ മോഡുലേറ്ററും യൂസ് ചെയ്യുന്നു, ഹൈ ലെവൽ മോഡുലേറ്ററും യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ DSB-SC ബാലൻസ്ഡ് മോഡുലേറ്റർ ആണ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു മെത്തേഡ് ഉള്ളത് SSB-SC ആണ്. SSB-SC എന്ന് പറഞ്ഞാൽ എന്താണ്? SSB-SC എന്ന് പറയുന്നത് നമുക്കറിയാം സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ ആണ്. അതിന്റെ ജനറേറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത് ഫിൽറ്റർ മെത്തേഡ് യൂസ് ചെയ്യുന്നു.
ഫിൽറ്റർ മെത്തേഡ് ഓർ ഫ്രീക്വൻസി ഡിസ്ക്രിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ നെക്സ്റ്റ് മെത്തേഡ് ഫേസ് ഡിസ്ക്രിമിനേഷൻ മെത്തേഡ്. ഓക്കെ, ഫേസ് ഡിസ്ക്രിമിനേഷൻ മെത്തേഡ്. അപ്പോൾ DSB-FC ജനറേറ്റ് ചെയ്യാൻ ലോ ലെവൽ മോഡുലേറ്റർ, ഹൈ ലെവൽ മോഡുലേറ്റർ. അതേപോലെ DSB-SC ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാലൻസ്ഡ് മോഡുലേറ്റർ അല്ലെങ്കിൽ റിംഗ് മോഡുലേറ്റർ. SSB-SC ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽറ്റർ മെത്തേഡ് ഓർ ഫ്രീക്വൻസി ഡിസ്ക്രിമിനേഷൻ മെത്തേഡ്, പിന്നെ ഫേസ് ഡിസ്ക്രിമിനേഷൻ മെത്തേഡ്, ഇത്രയും യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ DSB-SCയുടെ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നു? സ്ക്വയർ ലോ ഡിറ്റക്ടറും എൻവലപ്പ് ഡിറ്റക്ടറും യൂസ് ചെയ്യുന്നു. പക്ഷേ DSB-FCയുടെയും SSB-SCയുടെയും ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കൊഹറന്റ് ഡിറ്റക്ഷൻ അഥവാ സിങ്ക്രണസ് ഡിറ്റക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. ഇവിടെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോഡുലേഷൻ ടെക്നിക്സ് ഈസ് ഹാവിംഗ് ലോവസ്റ്റ് ബാൻഡ് വിഡ്ത്ത്? നമ്മൾ പറഞ്ഞു നമ്മുടെ ഒരു AM-നകത്ത് നമ്മുടെ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് സൈഡ് ബാൻഡ്സിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് തന്നെ നമുക്ക് 2 സൈഡ് ബാൻഡ്സ് ഉണ്ടാവും. അപ്പോൾ 2 സൈഡ് ബാൻഡിലും ഒരു സൈഡ് ബാൻഡ് ഇത്, ഒരു സൈഡ് ബാൻഡ് ഇത്. അപ്പോൾ ഒരേ ഇൻഫർമേഷൻ തന്നെ 2 സൈഡ് ബാൻഡിലും ഉണ്ടാവും. നമ്മുടെ കാരിയറും ഉണ്ടാവും. അപ്പോൾ കാരിയറും സൈഡ് ബാൻഡ്സും കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ DSB-FC, അതായത് ഡബിൾ സൈഡ് ബാൻഡ് ഫുൾ കാരിയർ. എന്നിട്ട് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ എന്ന് പറഞ്ഞാൽ കാരിയറിനെ സപ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? 2 സൈഡ് ബാൻഡും കൂടെ അയക്കും. അപ്പോഴും നമ്മുടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2FM ആണ് ഇവിടെ. അതേപോലെ DSB-SCയിലും അതിനൊരു ചേഞ്ചും ഉണ്ടാവില്ല, 2FM തന്നെ ആയിരിക്കും. പക്ഷേ 2 സൈഡ് ബാൻഡിൽ ഒരു സൈഡ് ബാൻഡിനെ സപ്രസ് ചെയ്ത് അതേപോലെ തന്നെ ഒരു കാരിയറിനെയും സപ്രസ് ചെയ്യുന്ന മെത്തേഡാണ് SSB-SC, അതായത് സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ. അവിടെ നമ്മുടെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് FM ആയിട്ട് മാറും. സോ നമുക്ക് പറയാം ഏറ്റവും കുറവ് ബാൻഡ് വിഡ്ത്ത് ഉള്ളത് SSB-SCയിലാണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജസ് ഓഫ് FM ഓവർ AM? FM-ന്റെ അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നതിൽ ലോവർ ബാൻഡ് വിഡ്ത്ത് ഈസ് റിക്വയർഡ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരിക. ഇവിടെ നമുക്കറിയാം നമ്മുടെ ബാൻഡ് വിഡ്ത്ത് ഓഫ് AM എത്രയാണ്? ബാൻഡ് വിഡ്ത്ത് ഓഫ് AM എന്ന് പറയുന്നത് 2FM ആണ്. അതേപോലെ ബാൻഡ് വിഡ്ത്ത് ഓഫ് FM എന്ന് പറയുന്നത് 2 × Δf പ്ലസ് FM മാക്സ് ആണ്. ഓക്കെ, മാക്സിമം മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ആണ് FM മാക്സ്. Δf എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസി ഡീവിയേഷൻ ആണ്. സോ ഇവിടെ ബാൻഡ് വിഡ്ത്ത് ലോവർ ആണ് FM-ൽ റിക്വയർഡ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ ഇതാണ് ഇവിടെ അഡ്വാൻറ്റേജ് അല്ലാത്തത്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. പക്ഷേ ലെസ് മോഡുലേറ്റിംഗ് പവർ ഈസ് യൂസ്ഡ് എന്നുള്ളത് കറക്റ്റ് ആണ്. ബെറ്റർ നോയ്സ് ഇമ്മ്യൂൺ ഈസ് പ്രൊവൈഡ്. നോയ്സ് ഇമ്മ്യൂണിറ്റി ഓഫ് FM എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, അതും കറക്റ്റ് ആണ്. ദ ട്രാൻസ്മിറ്റഡ് പവർ ഈസ് മോർ യൂസ്ഫുൾ എന്ന് പറയുന്നതും റൈറ്റ് തന്നെയാണ്. AM-ന്റെയും FM-ന്റെയും ഒരു കമ്പാരിസണും കൂടെ നോക്കാം. AM എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കാരിയർ ഈസ് വേരിഡ് അക്കോർഡൻസ് വിത്ത് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ ആണ്. ഫ്രീക്വൻസിയും ഫേസും എന്തായിരിക്കും ഇവിടെ? കോൺസ്റ്റന്റ് ആയിരിക്കും. അതേപോലെ FM എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് കാരിയർ ആണ് ചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡും ഫേസും ഒരു ചേഞ്ചും ഉണ്ടാവില്ല. പിന്നെ ഇവിടെ ഇപ്പൊ പറഞ്ഞത് കോൺസ്റ്റന്റ് പാരാമീറ്റേഴ്സ്. അപ്പൊ AM-ൽ ഏതൊക്കെയാണ്? ഫ്രീക്വൻസിയും ഫേസും ആണ് കോൺസ്റ്റന്റ് പാരാമീറ്റേഴ്സ്. FM-ലാണെന്നുണ്ടെങ്കിൽ ആംപ്ലിറ്റ്യൂഡും ഫേസും ആണ് കോൺസ്റ്റന്റ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ മോഡുലേഷൻ ഇൻഡെക്സ് M എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ VM/VC ആണ്. ഇവിടെ ആണെങ്കിലോ MF = Δf / FM ആണ്. പിന്നെ ബാൻഡ് വിഡ്ത്ത് നമ്മൾ പറഞ്ഞു 2FM ആണ് AM-ന്റെ കേസിൽ, 2 × Δf പ്ലസ് FM മാക്സ് ആണ് FM-ന്റെ കേസിൽ. ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ മീഡിയം വേവില്, അതേപോലെ തന്നെ ഷോർട്ട് വേവ് ബാൻഡ് ബ്രോഡ്കാസ്റ്റിംഗിൽ യൂസ് ചെയ്യുന്നു. അതേപോലെ വീഡിയോ ട്രാൻസ്മിഷൻ ഓഫ് TV-യിൽ യൂസ് ചെയ്യുന്നു. അത് ഏതാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ വെസ്റ്റീജിയൽ സൈഡ് ബാൻഡ് സിസ്റ്റം ആണ്. ഇവിടെ FM-ന്റെ ബ്രോഡ്കാസ്റ്റിംഗിന് യൂസ് ചെയ്യുന്നു. അതേപോലെ ഓഡിയോ ട്രാൻസ്മിഷൻ ഇൻ TV-യിൽ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നോയ്സ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് AM-ൽ ലെസ് ആണ്. അതേപോലെ നോയ്സ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. ബെറ്റർ നോയ്സ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് FM ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത്രയും ഡിഫറൻസസ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Which one of the following blocks is not common in both AM and FM receivers? FM-ലും AM receivers-ലും കോമൺ അല്ലാത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് RF ആംപ്ലിഫയർ രണ്ടിലും വരുന്നുണ്ട്, മിക്സറും ഉണ്ട്, അതേപോലെ IF ആംപ്ലിഫയറും വരുന്നുണ്ട്. സ്ലോപ്പ് ഡിറ്റക്ടർ ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. അതായത് സ്ലോപ്പ് ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫ്രീക്വൻസി വേരിയേഷൻ ഓഫ് FM-നെ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ, ഫ്രീക്വൻസി വേരിയേഷൻ ഇൻ FM കൺവേർട്ടഡ് ടു ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ, ഇതാണ് നമ്മുടെ സ്ലോപ്പ് ഡിറ്റക്ടറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ സ്ലോപ്പ് ഡിറ്റക്ടറിന്റെ ഫംഗ്ഷൻ എന്താണ്? ഫ്രീക്വൻസി വേരിയേഷനെ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ ആക്കി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ AM-ൽ അതിന്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു? വിച്ച് ഈസ് ഡിറ്റക്റ്റഡ് ബൈ, ഈ വേരി ചെയ്ത ആംപ്ലിറ്റ്യൂഡ് വേരിയേഷനെ ഡിറ്റക്ട് ചെയ്യും നമ്മുടെ AM ഡിറ്റക്ഷൻ യൂസ് ചെയ്തിട്ട്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following statement is correct? Noise has the greatest effect in a communication system when it interferes with the signal. നമ്മുടെ നോയ്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് വരുന്ന ഏറ്റവും വലിയൊരു അപാകതയാണ്. നമ്മുടെ നോയ്സ് അതിനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ നോയ്സ് എവിടെ വെച്ചിട്ടാണ് അഫക്റ്റ് ചെയ്യുക? എവിടെ വെച്ചൊക്കെ അഫക്റ്റ് ചെയ്യാം? നമുക്ക് ട്രാൻസ്മിറ്റർ ഉണ്ടാവും, അവിടുന്ന് ഒരു ചാനൽ ത്രൂ എന്ത് പോവും? റിസീവറിലേക്കാണ് പോകുന്നത് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചാനലിൽ വെച്ചാണ് ഈ നോയ്സ് എൻറ്റർ ചെയ്യുക. അത് ഓർത്ത് വെച്ചിരിക്കുക. സോ ഇൻ ദ ചാനൽ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ട്രാൻസ്മിറ്ററിന്റെയും റിസീവേഴ്സിന്റെയും ഒക്കെ ഒരു പാർട്ടാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് വരുന്നത്, അവിടെ വെച്ചിട്ടല്ല. അതേപോലെ ട്രാൻസ്മിറ്ററിലോ റിസീവറിലോ വെച്ചിട്ടല്ല, നോയ്സ് എൻറ്റർ ചെയ്യുന്നത് ചാനലിൽ വെച്ചിട്ടാണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് FM ബ്രോഡ്കാസ്റ്റിംഗ് ഓവർ AM ബ്രോഡ്കാസ്റ്റിംഗ്? നമ്മൾ പറഞ്ഞിരുന്നു അതിന്റെ ഒരു കമ്പാരിസൺ ടേബിൾ കുറച്ച് മുന്നേ. അപ്പൊ ഇതിൽ ബെറ്റർ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ റൈറ്റ് ആണ്. അതേപോലെ നോട്ട് സബ്ജക്റ്റ് ടു സിഗ്നൽ ഫേഡിങ്, അങ്ങനെ പറയാൻ പറ്റില്ല. FM ആണ് കൂടുതലും സിഗ്നൽ ഫേഡിങ് പോസിബിൾ ആക്കുന്നത്, പക്ഷെ പൂർണ്ണമായും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. സിഗ്നൽ ഫേഡിങ് അവിടെ ഒക്കർ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. നെക്സ്റ്റ്, പവർ എഫിഷ്യൻസി ഈസ് സുപ്പീരിയർ, അതും കറക്റ്റ് ആണ്. FM-ല് പവർ എഫിഷ്യൻസി എന്ന് പറയുന്നത് സുപ്പീരിയർ ആണ്. അതേപോലെ ഡീമോഡുലേഷൻ സിംപ്ലർ ആണെന്ന് പറയാൻ പറ്റില്ല, കോംപ്ലക്സ് ആണ് FM-ല് ഡീമോഡുലേഷൻ എന്ന് പറയുന്നത്. സോ 1 and 3 ആണ് റൈറ്റ് ആൻസർ വരിക. കറക്റ്റ് ആപ്റ്റ് ആയിട്ട് വരുന്നത് 1 and 3 ആണ്. സോ ഓപ്ഷൻ ഡി 1 and 3 is the right answer. ബെറ്റർ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ആണ് FM-ല്. അതേപോലെ പവർ എഫിഷ്യൻസി വളരെ ഹൈ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈ ലെവൽ മോഡുലേഷൻ റെഫേഴ്സ് ടു ദ മോഡുലേഷൻ പ്രോസസ് ഇൻ വിച്ച്, അതായത് നമ്മുടെ DSB FC ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ് ലോ ലെവൽ മോഡുലേറ്ററും അതേപോലെ ഹൈ ലെവൽ മോഡുലേഷനും. ഓക്കെ, അതിൽ തന്നെ ലോ ലെവൽ മോഡുലേറ്ററിന്റെ ഡെഫിനിഷൻ തന്നെ മോഡുലേഷൻ ടേക്സ് പ്ലേസ് അറ്റ് ലോവർ പവർ ലെവൽ, ഹൈ ലെവൽ ആകുമ്പോൾ മോഡുലേഷൻ ടേക്സ് പ്ലേസ് ഇൻ ഹയർ പവർ ലെവൽ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻസ് നോക്കുക. മോഡുലേഷൻ ഈസ് ഡൺ അറ്റ് ഹൈ പവർ ഓഫ് കാരിയർ ആൻഡ് മോഡുലേറ്റിംഗ് സിഗ്നൽ, കറക്റ്റ് ആണ്. ഇവിടെ ഹൈ ലെവൽ മോഡുലേറ്ററിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. കളക്ടർ മോഡുലേഷൻ മെത്തേഡ് ഈസ് ഹൈ ലെവൽ, അതും കറക്റ്റ് ആണ്. ഹൈ ലെവൽ എന്ന് പറയുന്നത് കളക്ടർ മോഡുലേഷൻ ആണ്. ലോ ലെവലിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബേസ് മോഡുലേഷൻ ഇൻ TV ആണ്. ബേസ് മോഡുലേഷൻ ഇൻ TV ഹൈ ലെവൽ ആവുമ്പോൾ കളക്ടർ. സോ ഓപ്ഷൻ ബിയും റൈറ്റ് ആണ്. പവർ ആംപ്ലിഫയേഴ്സ് ആർ യൂസ്ഡ് ടു ബൂസ്റ്റ് ദ കാരിയർ ആൻഡ് മോഡുലേറ്റിംഗ് സിഗ്നൽ ബിഫോർ മോഡുലേഷൻ, അതും കറക്റ്റ് ആണ്. ഇവിടെ യൂസ് ചെയ്യുന്ന പവർ ആംപ്ലിഫയർ ഏതാണ്? ക്ലാസ് C പവർ ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. ലോ ലെവലിലാണെങ്കിൽ ക്ലാസ് A പവർ ആംപ്ലിഫയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഓൾ ഓഫ് ദ എബോവ് ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, FM receivers used the standard 88 to 108 MHz band use IF of, അതായത് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് FM-ന്റെ പഠിച്ചു വെച്ചിരിക്കുക 10.7 MHz ആണ്. IF of AM എന്ന് പറയുന്നത് 455 KHz ആണ്, അതും ഓർത്തു വെച്ചിരിക്കുക.
ഓക്കെ, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഓഫ് AM എന്ന് പറയുന്നത് 455 കിലോ ഹെഡ്സും ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഓഫ് FM എന്ന് പറയുന്നത് 10.7 മെഗാ ഹെഡ്സും ആണ്. ഇത് ഓർത്ത് വെച്ചിരിക്കുക. എന്താണ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? മിക്സിംഗ് ദ ഇൻകമിംഗ് റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ വിത്ത് ദ ലോക്കൽ ഓസിലേറ്റർ സിഗ്നൽ ആണ് എന്ത് നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി. ഹെട്രോഡൈനിങ് പ്രോസസ്സ് നടത്തുമ്പോൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫ്രീക്വൻസിയാണ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി. ഇത് യൂസ് ചെയ്യുന്നത് പ്രോസസ്സിങ്ങിനും ഡീമോഡുലേഷനും വേണ്ടിയിട്ട്, ഓഡിയോ സിഗ്നൽസിന്റെ പ്രോസസ്സിങ്ങിനും ഡീമോഡുലേറ്റിങ്ങിനും വേണ്ടിയിട്ടാണ് നമ്മൾ IF യൂസ് ചെയ്യുന്നത്. FM-ന്റെ IF എത്രയാണെന്നും അതേപോലെ AM റേഡിയോ റിസീവേഴ്സിന്റെ IF എത്രയാണെന്നും ഓർത്തു വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, dash of a receiver is its ability to reproduce the exact replica of transmitted signal at the receiver output. നമ്മുടെ സിഗ്നലിന്റെ എക്സാക്ട് റെപ്ലിക്ക റിസീവർ ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ പറയുന്ന പേരാണ് ഓപ്ഷൻ ബി ഫിഡിലിറ്റി. സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എബിലിറ്റി ടു ഡിറ്റക്ട് ആൻഡ് ആംപ്ലിഫൈ ഡിസയേർഡ് സിഗ്നൽ. ഒരു ഡിസയേർഡ് സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്ത് അതിനെ ആംപ്ലിഫൈ ചെയ്യാനുള്ള എബിലിറ്റിയാണ്. സെലക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിസയേർഡ് സിഗ്നലിനെ സെലക്ട് ചെയ്യാനും അൺവാണ്ടഡ് സിഗ്നൽസിന് റിജക്ട് ചെയ്യാനുമുള്ള കപ്പാസിറ്റിയാണ് സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. നോയിസ് ഫിഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്രത്തോളം നോയിസ് സിഗ്നലിൽ ആഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ് നോയിസ് ഫിഗർ. അപ്പൊ ഇവിടെ എക്സാക്ട് റെപ്ലിക്ക ഓഫ് ട്രാൻസ്മിറ്റഡ് സിഗ്നലിനെ റിസീവറിന്റെ ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ പേരാണ് ഫിഡിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രീ എംഫസിസ് ഇൻ FM സിസ്റ്റം. FM സിസ്റ്റത്തിൽ ഉള്ള ഒരു പ്രോസസ് ആണ് പ്രീ എംഫസിസ്. അതായത് ആംപ്ലിഫിക്കേഷൻ ഓഫ് ഹയർ ഫ്രീക്വൻസി കമ്പോണൻസ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. മോഡുലേറ്റിംഗ് സിഗ്നൽസിന്റെ ഹയർ ഫ്രീക്വൻസി കമ്പോണൻസിനെ ആംപ്ലിഫൈ ചെയ്യാന്നുള്ളതാണ് പ്രീ എംഫസിസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ ബിഫോർ ട്രാൻസ്മിഷൻ നമ്മുടെ എന്ത് ചെയ്യുന്നു? പ്രീ എംഫസിസ് ചെയ്യുന്നു. കാരണം നമ്മുടെ സിഗ്നൽ ടു നോയിസ് റേഷ്യോ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓസിലേറ്റർ ഈസ് യൂസ്ഡ് ആസ് എ ലോക്കൽ ഓസിലേറ്റർ ഇൻ റേഡിയോ റിസീവർ. റേഡിയോ റിസീവേഴ്സിൽ ലോക്കൽ ഓസിലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹാർട്ട്ലി ഓസിലേറ്റർ ആണ്. അത് ഓർത്ത് വെച്ചിരിക്കുക. ഹാർട്ട്ലി ഓസിലേറ്റർ ആണ് റേഡിയോ റിസീവേഴ്സിലെ ലോക്കൽ ഓസിലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ ബിക്കംസ് പുവർ വെൻ ദ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഈസ് ലോ ആണ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അതായത് ഹൈ ഇമേജ് ഫ്രീക്വൻസി ആണെന്ന് കരുതുക, ഹൈ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആണെന്ന് വിചാരിച്ചാൽ ഹൈ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആവുന്ന ടൈമിൽ അവിടെ പുവർ സെലക്ടിവിറ്റി ആയിരിക്കും. പുവർ സെലക്ടിവിറ്റി ആയിരിക്കും. അങ്ങനെ പുവർ സെലക്ടിവിറ്റി ആയാൽ എന്താവും? ഡിസയേർഡ് അതുപോലെ തന്നെ അൺവാണ്ടഡ് സിഗ്നൽസ് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. സോ ഇത് നടക്കാൻ പാടില്ല. സോ എന്ത് ചെയ്യും? ലോ IF ഫ്രീക്വൻസി കീപ്പ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഷാർപ്പായിരിക്കും നമ്മുടെ സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ ഷാർപ്പായ സെലക്ടിവിറ്റി വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള സിഗ്നൽസിനെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് ഇമേജ് ഫ്രീക്വൻസിയെയും മറ്റു ഫ്രീക്വൻസിയൊക്കെ ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.